ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിൽ വിശ്വാസമുള്ളവർ ക്ഷേത്രത്തിൽ തന്നെ പോകണമെന്നുണ്ടോ? ഇല്ലെന്നാണ് ഉത്തരം. ദൈവം എല്ലാവരിലും എല്ലാ പ്രപഞ്ച വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് അറിവുള്ളവർ പറഞ്ഞിട്ടുള്ളത്. നമ്മളും വിശ്വസിക്കുന്നതാണ്. പിന്നെ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്? ക്ഷേത്രത്തിൽ പോകണം കാരണം നമ്മളുടെ 5 ഇന്ദ്രിയങ്ങളും ഒരുപോലെ പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യമുണ്ട് അവിടെ. നമ്മൾ ബിംബത്തിൻ്റെ ആ അലങ്കാരം കണ്ട് നമ്മൾ കണ്ണ് ആസ്വദിക്കും. ശംഖനാദവും മണിനാദവും മറ്റ് വാദ്യങ്ങളും കൊണ്ട് ചെവി ആസ്വദിക്കും. സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുന്നത് കൊണ്ട് മൂക്ക് ആസ്വദിക്കും. ചന്ദനത്തിരിയിൽ നിന്നും സുഗന്ധവസ്തുക്കളിൽ നിന്നും പുറപ്പെടുന്ന പുക തൊലിപ്പുറത്തേൽക്കുമ്പോൾ നമ്മളതിൻ്റെ ആ നന്മ ആസ്വദിക്കും. ദീപങ്ങളിൽ നിന്നും പുറപ്പെടുന്ന സ്വർണ്ണ വെളിച്ചം നമ്മൾ തൊലിപ്പുറത്ത് തട്ടി ഉത്തേജിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഉത്തേജിപ്പിക്കപ്പെടുന്നുണ്ട്. എല്ലാ രീതിയിലും എല്ലാ ഇന്ദ്രിയങ്ങളും പ്രസാദം നമ്മൾ നാവുകളെ തൃപ്തിപ്പെടുത്തുന്നുണ്ട്. എല്ലാം കൂടി ഒത്തൊരുമിച്ച് വരുന്നത് ക്ഷേത്രത്തിലേ ഉള്ളൂ. അതിനുവേണ്ടി തയ്യാറാക്കിയ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഇത്രയും സെറ്റപ്പ് ഒന്നിച്ചുകൊണ്ടിരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അത് തന്നെയല്ല, എല്ലാ മനുഷ്യരും ഓരോ ദൈവങ്ങളാണെന്നാണ് ഹിന്ദു സങ്കല്പം. അപ്പം കുറേ ദൈവങ്ങളുടെ മനസ്സ്, ദൈവങ്ങളുടെ ദൃഷ്ടി, ദൈവങ്ങളെല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ബിംബത്തിലേക്ക്. അപ്പോൾ ഒരു പ്രത്യേക ജൈവശക്തി അവിടെ ഫോം ചെയ്യും. എല്ലാവരിൽ നിന്നും പുറപ്പെടുന്ന ആ ശക്തി കോൺസെൻട്രേറ്റ് ചെയ്ത് അതിശക്തമായിട്ട് മാറും. പ്രപഞ്ചത്തിൽ നിന്നും കിട്ടേണ്ട ജൈവശക്തി അങ്ങോട്ട് ആവാഹിക്കും. ഇത്രയും ശക്തി ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് അങ്ങനെ അതിൻ്റെ പ്രഭാവം ചുറ്റുപാടിൽ, ആ ക്ഷേത്രത്തിന് ചുറ്റുപാടുകളിൽ പരക്കും. ആ ക്ഷേത്രത്തിൻ്റെ ആ മതിലിനകത്തെങ്കിലും അതെല്ലാ മനുഷ്യനും ആ സമയത്ത് അവിടെ നിന്ന് ലഭിക്കും. അത് ഒരുവൻ്റെ വൈകാരിക തലത്തിലും മൊത്തത്തിൽ അവൻ്റെ ആ ബോധാവസ്ഥ ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമാകും. ഒരു വിദ്യാഭ്യാസമില്ലാത്ത ആളും നിരന്തരമായി ക്ഷേത്രത്തിൽ പോവുകയും അവിടുത്തെ ചടങ്ങുകളിൽ പങ്കുചേരുകയും ചെയ്യുമ്പോൾ അവൻ ഈ ബോധാവസ്ഥ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഏത് കാര്യത്തെയും വിലയിരുത്താനുള്ള കഴിവ് അത്തരം ആൾക്കാരിൽ വളരെ വർദ്ധിച്ചിരിക്കും. കൃത്യമായി കാര്യങ്ങൾ അവർ ഗ്രഹിക്കും, വിദ്യാഭ്യാസം ഒട്ടുമില്ലെങ്കിലും. ഒരു വിദ്യാസമ്പന്നനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ആ ഒരു ചുറ്റുപാടിൽ പോകുന്ന ഒരാളിന് സാധിക്കും. നമുക്കെന്നും പറ്റുകയില്ലെങ്കിലും നിശ്ചയമായിട്ടും ക്ഷേത്ര ദർശനം വേണം. അവിടുത്തെ ശിവബലി പോലുള്ള എല്ലാ ചടങ്ങുകൾക്കും പങ്കുചേരുക തന്നെ വേണം. എന്തെങ്കിലും അവിടെ ഒരു പ്രത്യേകത, ഇതുപോലെ പൂജകളോ എന്തെങ്കിലും നടന്നാൽ നമ്മളവിടെ പങ്കുചേർന്നാൽ നമ്മളറിയാതെ നമ്മളുടെ വ്യക്തിത്വം വികസിക്കുക തന്നെ ചെയ്യും. എനിക്ക് പരിചയമുള്ള ഒരാൾ കുറേ കാലം മുമ്പ് മരിച്ച ആളാണ്. അദ്ദേഹം ശരിക്കൊരു വസ്തുവിൽ ഇങ്ങനെ ഇത് കോൺസെൻട്രേറ്റ് കാണാനൊക്കെയില്ല, അക്ഷരങ്ങൾ വായിക്കത്തില്ല. അദ്ദേഹത്തിന് കേട്ടു പഠിച്ചു അധ്യാത്മരാമായണം മുഴുവൻ. കുറച്ച് നാൾ ഈ ക്ഷേത്രത്തിൽ പോയി അവിടെ മിക്കവാറും വായന അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ വന്ന് ക്ഷേത്രത്തിൽ ഇരുന്ന് വായിക്കും. അധ്യാത്മരാമായണം അന്ന് ഏറ്റവും കൂടുതൽ വായിച്ചിരുന്നത്. അത് കേട്ടും പഠിച്ച് അദ്ദേഹം മനപ്പാഠമാക്കി. അദ്ദേഹം വീടുകളിൽ വായനയ്ക്ക് പോയി വായുവിലേക്ക് നോക്കിയാണ് പാരായണം ചെയ്യുന്നത്. ഒറ്റ തെറ്റുപോലും കണ്ടുപിടിക്കാൻ ഒക്കുകയില്ല. ഉച്ചാരണ ശുദ്ധിയോടെ നല്ല സംഗീതാത്മകമായിട്ട് ആലപിക്കും. അത് കേട്ടിരിക്കുന്നതിന് എഴുന്നേറ്റ് പോകാൻ ബുദ്ധിമുട്ട്. അത്ര രസകരമാണ്, അത്ര ആസ്വാദ്യകരമാണ്. വാക്കുകൾ പെറുക്കി പെറുക്കി വെച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പെട്ടെന്ന് കേൾക്കുന്നു മനസ്സിലാവും. അത് കൂട്ടി പെട്ടെന്നല്ല, അതിൻ്റേതായ സ്റ്റൈലാണ് വായിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാവരും വിളിച്ചുകൊണ്ട് പോകും വീട്ടിൽ വായിപ്പിക്കാൻ, പുരാണ പാരായണം. അദ്ദേഹം അധ്യാത്മരാമായണം അന്നൊക്കെ ഈ വായന എന്ന് പറയുന്നൊരു സംവിധാനം ഹിന്ദു വീടുകളിൽ നടത്താറുണ്ട്. ഒരു ദിവസം രാവിലെ തുടങ്ങിയാൽ വൈകിട്ട് ഉൾപ്പെടെ
വെളുപ്പിന് 6 മണിക്ക് മുമ്പായിട്ട് അധ്യാത്മരാമായണം മുഴുവൻ വായിച്ച് തീരും. ഒരു 2 മണിക്കൂർ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഒരു അരമണിക്കൂർ വിശ്രമം. പിന്നെയും അങ്ങനെ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ആയിട്ട് ഇങ്ങനെ വായിച്ച് പിറ്റേ ദിവസം 6 മണിക്ക് മുൻപ്, വെളുപ്പിന് 6 മണിക്ക് മുമ്പ് വായിച്ച് കഴിയും. അത് അന്നത്തെ ഒരു ചടങ്ങായിരുന്നു, വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊരു മഹാകാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജീവിതം കഴിച്ചത്. അദ്ദേഹം സുഭിക്ഷമായിട്ട് കഴിഞ്ഞാലുള്ള സമ്പത്തുകൾ അതിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ മഹിമയൊന്ന് അറിയാൻ പറഞ്ഞതാണ്. ക്ഷേത്രത്തിലെ വായന കേട്ടതാണ്. അദ്ദേഹം അവിടെ പോയിരുന്നു. അവിടുത്തെ പൂജകളൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടാവും. അതിൻ്റെ ആ മഹിമ അറിയാനാണ്. ക്ഷേത്ര ദർശനം നിശ്ചയമായിട്ടും ആവശ്യമാണ്. ശബരിമല പോകണം. അവിടെ നിന്ന് കിട്ടുമെന്നുള്ളതല്ല, അവിടെ നിന്ന് ദൈവമാണോ എന്നല്ല. അത്തരം സ്ഥലങ്ങളിൽ പോയാൽ നമ്മളുടെ വ്യക്തിത്വം വികസിക്കും, കഴിവ് വർദ്ധിക്കും. നമുക്ക് മൊത്തത്തിൽ നമ്മളായി വളരും. ശരിക്കും പ്രകടമാകാത്ത നമ്മളുടെ കഴിവുകൾ പ്രകടമായി വരും. ഇത് സത്യമാണ്. ഇത് ശ്രദ്ധിച്ചാൽ ഈ കാര്യം മനസ്സിലാവും. ആർക്കും ഇത് മനസ്സിലാക്കാവുന്നൊരു സംഗതിയാണ്. ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട്, അറിവുള്ളവരിത് പറയാറുമുണ്ട്. ദയവായിട്ട് ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു.